അല്ലേ രാവിലെ തന്നെ എഫ്സിക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത് മൂപ്പരെ ഊട്ടിയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പോണ സ്ഥലം തന്നെയാണ്. ഏതായാലും ചുരമൊക്കെ കയറി മഹാൻ്റെ മക്കന്മാരൊക്കെ സിയാർത്ത് ചെയ്ത് ബർക്കത്തെടുത്തിട്ടാണ് നമ്മളെ മുന്നോട്ടുള്ള യാത്ര. ഏതായാലും നല്ല വളവാണ് അവിടെ. ഇടത് ഭാഗത്തും കൂടി പൈസ തരാൻ ഒരു പെട്ടി വേണ്ടിയിട്ട് മറ്റേ നമ്മൾ പൈസ തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ തിരിച്ചു വരുമ്പോൾ തന്നെ അസറായിൽ അവിടെ എത്താനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. ഏതായാലും നമ്മൾ ചുരം കയറിന് മുമ്പ് വൈക്കടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ കയറിയത് അറിയാലോ. ചുരം കയറിയ പിന്നെ ഭക്ഷണം നല്ല കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ആൾക്കാർ ഓട്ടോക്കാർ അങ്ങനെ കൈയാട്ടി കൊണ്ട് നിൽക്കുന്നുണ്ട്. ഭക്ഷണം നല്ല റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയായിട്ട് തോന്നില്ല, എന്നാലും അവരുടെ പെരുമാറ്റം ഉഷാറായതുകൊണ്ട് കഴിച്ചിട്ട് പോന്നാൽ മതി. 5 വഴിക്ക് നമുക്ക് ഊട്ടിക്ക് പോകട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ മസനഗുഡി വഴി ഊട്ടിക്ക് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് ഞങ്ങൾ ഗൂഡല്ലൂർ വഴിയാണ് പോകുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് മണ്ണാർക്കാട്, അട്ടപ്പാടി, മേട്ടുപ്പാളയം, കോതഗിരി വഴി നമുക്ക് ഊട്ടിക്ക് പോകാം. നല്ല റോഡാണ്. അതേപോലെ തന്നെ മേട്ടുപ്പാളയം, കൂണൂർ വഴിക്കും നമുക്ക് ഊട്ടിക്ക് പോകാം. അതും വളരെ നല്ല റോഡാണ്. അതേപോലെ തന്നെ നമുക്ക് അട്ടപ്പാടി മുള്ളി വഴി പോകാം. പക്ഷേ മുള്ളി വഴിയിലെ റോഡ് ഇപ്പോൾ ക്ലോസ് ആണ്. അങ്ങനെ ഈ 5 റൂട്ടും വളരെ മനോഹരമായ യാത്രയാണ് നമുക്ക് ഊട്ടിയിലേക്ക് പോകുമ്പോൾ സമ്മാനിക്കുന്നത്. മെയിനായിട്ട് എല്ലാവരും ഈ ഒരു റൂട്ട്, ഈ ഒരു റോഡ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ മൈൻഡിൽ നല്ലൊരു ഫ്രഷ് കിട്ടും. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഘടകം. എല്ലാ വഴിക്കും പോയ ആൾക്കാരുണ്ടാകും, എല്ലാ റോഡും ആസ്വദിച്ചവരുണ്ടാകും. അവരതിലുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് ഇതിൽ പങ്കുവെക്കാവുന്നതാണ്. പിന്നെ നമ്മളിനി ഈ വീഡിയോയിൽ കാണാൻ നിൽക്കുന്ന പാലം, അതാണ് പൊതുവെ വീഡിയോയിൽ വരാറുള്ളത്. അത് കഴിഞ്ഞേക്കാണ് നമ്മൾ എയർ ബിന്നുകൾ തുടങ്ങുന്നത് കേട്ടോ. 36 എയർ ബിന്ന് കയറി കണ്ടുകൊണ്ട് നമുക്ക് ആ ചുരം കയറി കണ്ട് എത്താൻ. പക്ഷെ അതിന് മുമ്പായിട്ട് ട്രക്കിങ്ങിനും മറ്റൊക്കെ ആൾക്കാർ കൂടി നിൽക്കുന്ന കുറച്ചൊക്കെ ആൾക്കാർ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മളെ വണ്ടിക്ക് ഒരു ചെറിയൊരു ആശ്വാസത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുക. നമുക്ക് ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങനെ ഒരു പാളിച്ച പറ്റി നമ്മൾ നിർത്താതെ കുറച്ച് പോന്നിട്ടാണ് ആ കാര്യം ആലോചിച്ചത് കേട്ടോ. കാരണം സ്ഥലത്തെ നമ്മളങ്ങനെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ആൾ കുഴങ്ങിയതുകൊണ്ട് എയർബിന് കുറച്ച് കയറിയപ്പോൾ തന്നെ ആൾ കുഴങ്ങിയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പോയപ്പോൾ അത്യാവശ്യം നിർത്തി, അത്യാവശ്യം വണ്ടിക്ക് റെസ്റ്റൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ പ്രാവശ്യം റെസ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആളെ ക്ഷീണമൊന്നും മാറി. ഈ ആഴ്ചയാണ് ആ ക്ഷീണം വിട്ട് ആളൊന്ന് നല്ലൊരു പവർ കാണിച്ച് പെർഫോമൻസൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയുള്ളത് കേട്ടോ. അതുകൊണ്ട് പോകണമല്ലോ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് 150 ആ റേഞ്ചിലുള്ള വണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ താഴത്തേക്കുള്ള വണ്ടി, അല്ലെങ്കിൽ പിന്നെ കുറച്ചൊക്കെ ഒരു CC കൂടിയ പവറും ടോർക്കൊക്കെ കൂടിയ വണ്ടിയാണ്. ഊട്ടിയിൽ നമുക്ക് 15ഓളം സ്ഥലങ്ങൾ കാണാനുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഒരു സ്ഥലം അല്ലെങ്കിൽ 2 സ്ഥലമൊക്കെ കണ്ട് സമയം സ്പെൻഡ് ചെയ്തിട്ട് കാണാനുള്ളതുണ്ട്. എല്ലാം പാടെ ഒരു ദിവസം കൊണ്ട് കാണാൻ നിന്നാൽ രസം ഉണ്ടാവില്ല. നമ്മൾ പലതവണയായിട്ട് വന്നിട്ട് കാണാൻ, അല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റേ ചെയ്ത് സമയം എടുത്തിട്ട് കാണണം. ഏതായാലും നമ്മളിപ്പോൾ വന്നുള്ളത് ബോട്ട് ഹൗസൊക്കെയാണ്. എടുത്തല്ലാണ് നമ്മൾ ടോയ് ട്രെയിൻ ഉള്ളത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ കാഴ്ചയിലൂടെ കാണിക്കാനും അതിൻ്റെ വിവരങ്ങൾ കൈമാറാനുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ നിലവിൽ ബോട്ട് ഹൗസിലുള്ളൊരു ടോയ് ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചെറിയ ടിക്കറ്റ് ചാർജ് ഉള്ളൂ, ചെറിയ യാത്ര ഉള്ളൂ കേട്ടോ. അതിന് 60 രൂപയാണ് ടിക്കറ്റ്. ഏകദേശം ഒരു 100-300 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പോകണുള്ളൂ. ഇതല്ല കേട്ടോ നമ്മൾ പറഞ്ഞ ടോയ് ട്രെയിൻ, നമ്മൾ വീഡിയോയിൽ കാണുന്ന കാര്യം അതല്ല. അത് തൊട്ടടുത്താണ്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോയാൽ അവിടേക്ക് എത്തി കഴിയും. പിന്നെ ഇവിടെയുള്ള ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ 3 രൂപത്തിലുണ്ട്. പിന്നെ പെഡൽ ബോട്ടുണ്ട്, റോ ബോട്ടുണ്ട്, മോട്ടോർ ബോട്ടുണ്ട്. പെഡൽ ബോട്ടിന് ഏകദേശം ഒരാൾക്ക് 350 രൂപയോളാണ് വരുന്നത്. പിന്നെ മോട്ടോർ ബോട്ടൊക്കെ ആകുമ്പോൾ 6 ആൾ 8 ആൾക്ക് മിനിമം ആണ്. അതിന് 800-1000 രൂപയോളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഊട്ടിയിലെ ടോയ് ട്രെയിൻ സ്റ്റേഷൻ കേട്ടോ. നമ്മൾ IRTC റെയിൽ സ്റ്റേഷൻ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ വിവരങ്ങളൊക്കെ അറിയാൻ സഹായകമാവും. നമുക്ക് ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കും അതുപോലെ തന്നെ ഊട്ടിയിൽ നിന്ന് കൂണൂർ ഇങ്ങോട്ടുള്ള യാത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഊട്ടിയിൽ നിന്ന് കൂണൂർക്ക് ഏകദേശം 1 മണിക്കൂർ 5 മിനിറ്റാണ് യാത്ര വരിക. ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് ഏകദേശം 4-5 മണിക്കൂറുള്ള യാത്ര ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് തേയിലത്തോട്ടങ്ങൾ, കുന്നുകൾ, കുരങ്ങുകൾ, അതുപോലെ തന്നെ പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര, ഒരുവിധം ഊട്ടിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇതിലൂടെ വളരെ സാവധാനമുള്ള യാത്ര ആയതുകൊണ്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ 16ഓളം പാലങ്ങൾ, 250ഓളം തുരങ്കങ്ങൾ, അതുപോലെ കുന്നും പിന്നെ ചെരിവായിട്ടുള്ള റെയിൽ പാലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാവുന്ന ഒരു അവസരം അതിലുണ്ടാവും. ഏതായാലും ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഏതാണ് വലതുവശം ഏതാണ് ഇടതുവശം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചുറ്റിയ പോലെ 1 മണിക്കൂറോളം ചുറ്റി വന്നോടത്ത് തന്നെ എത്തേണ്ടി വരും. ഏതായാലും നമ്മൾ ഗൂഡല്ലൂർ വഴി നല്ല മൂടൽമഞ്ഞിൽ ഏകദേശം ഞങ്ങൾ 6:30 പോന്നു, 9:30 എത്തി. 110ഓളം കിലോമീറ്ററാണ് ഞങ്ങൾക്ക് ഓടാണ്ടായിരുന്നത് കേട്ടോ.